സംസ്ഥാനത്തെ പാർട്ടി നേതാക്കളുടെ സോഷ്യൽ മീഡിയ ഉപയോഗത്തിൽ നിയന്ത്രണം കൊണ്ടുവരാനൊരുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. സമൂഹ മാധ്യമ പ്രവർത്തനത്തിന് മാനദണ്ഡം നിശ്ചയിക്കാൻ കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതിയുടേതാണ് ഈ തീരുമാനം. പാർട്ടിയിൽ ഏതെങ്കിലും വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെടുന്ന ഘട്ടത്തിൽ നേതാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ സ്വന്തം നിലയ്ക്ക് വിഷയത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് തലവേദനയായിരുന്നു. ഈ പ്രവണത ഇനിയും നീട്ടിക്കൊണ്ടുപോകാൻ അനുവദിക്കേണ്ടതില്ലെന്നാണ് രാഷ്ട്രീയകാര്യ സമിതിയുടെ തീരുമാനം. അതുകൊണ്ടാണ് സമൂഹ മാധ്യമ ഉപയോഗത്തിൽ മാനദണ്ഡം കൊണ്ടുവരാൻ തീരുമാനിച്ചത്. ഭിന്നതയുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഐക്യത്തിന് ആഹ്വാനം ചെയ്താണ് തിരുവനന്തപുരത്ത് ചേർന്ന യോഗം അവസാനിച്ചത്. ഹൈക്കമാൻഡ് നിർദ്ദേശങ്ങൾ നേതാക്കൾ അവഗണിക്കുന്നുവെന്ന പരാതി യോഗത്തിനു മുന്നിൽ വന്നു. സംസ്ഥാനത്തെ പാർട്ടിയെ നയിക്കുന്ന നേതാക്കൾ തർക്കങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ചുമതല ഒഴിയുമെന്ന് സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്തമുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി യോഗത്തെ അറിയിച്ചു. ഒരുമിച്ച് നിൽക്കണമെന്ന് AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആവശ്യപ്പെട്ടിരുന്നു. രാഷ്ട്രീയകാര്യ സമിതി മാസം തോറും യോഗം ചേരണം, കൃത്യമായ കൂടിയാലോചനകൾ നടത്തണം, മുതിർന്ന നേതാക്കളുമായി ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള പിടിവലിയിൽ രൂക്ഷമായ വിമർശനമാണ് യോഗത്തിൽ ഉയർന്നത്. മുതിർന്ന നേതാവ് PJ കുര്യനാണ് വിമർശനം തുടങ്ങിവെച്ചത്. മുഖ്യമന്ത്രി ആരാവണമെന്നതിനെ കുറിച്ചുള്ള ഇപ്പോഴത്തെ ചർച്ചകൾ അനാവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. യോജിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടണമെന്നും രാഷ്ട്രീയകാര്യ സമിതിയിൽ അഭിപ്രായമുയർന്നു. KPCC പുനഃസംഘടനയിൽ വ്യക്തമായ നിലപാട് വേണമെന്നും നേതാക്കൾ പറയുന്നുണ്ട്. ചർച്ചകൾ നീട്ടിക്കൊണ്ടുപോകരുത്. PV അൻവറിന്റെ UDF പ്രവേശനത്തിൽ കൂട്ടായ തീരുമാനം വേണമെന്നും അവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മൂന്നാമതും പ്രതിപക്ഷത്തിരിക്കാൻ വയ്യെന്ന അഭിപ്രായവുമുണ്ടായി. അതേസമയം കോൺഗ്രസിനകത്ത് എല്ലാവരും ഒരുമിച്ചാണ് മുന്നോട്ടു പോകുന്നതെന്നും മാധ്യമങ്ങൾ പറയുന്നത് പോലെ തർക്കങ്ങളൊന്നുമില്ലെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. പാർട്ടി പുനഃസംഘടന സംബന്ധിച്ച തീരുമാനങ്ങൾ ഹൈക്കമാൻഡ് എടുക്കുമെന്നും രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. പഞ്ചായത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ UDF വൻ വിജയം നേടും. കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹമനുസരിച്ച് പാർട്ടി ഒറ്റക്കെട്ടായി പോകണം. ഇടത് സർക്കാരിനെതിരെ കടുത്ത ജനവികാരമുണ്ട്. അതിനാൽ കേരളത്തെ രക്ഷിക്കുക എന്നതാണ് UDFന്റെ ലക്ഷ്യം. അഴിമതി ആരോപണത്തിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷവും തന്റെ കാലത്തെ പ്രതിപക്ഷവും ഷാർപ്പാണെന്നും കൂടുതൽ ഷാർപ്പാക്കാനുള്ള നടപടികൾ വരും ദിവസങ്ങളിൽ എടുക്കുമെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. ഏതായാലും കോൺഗ്രസിനുള്ളിലെ തർക്കങ്ങൾക്ക് അന്തിമമായെന്ന് വേണം കരുതാൻ.